빔 삐빔 삐비비빔. 안녕하십니까? It's massive. Alright, what should everybody do right now? Subscribe to this YouTube channel. ഹായ് ഹലോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു BL സ്റ്റോറിയാണ്. അപ്പം എന്താണ് BL സ്റ്റോറി കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. പഴയ നേരത്തെ ഉള്ള സീസണിലെ ഇഷ്തേവീർ സീസണല്ല, നേരത്തെ ഫൈനൽ എപ്പിസോഡിലെ ഇഷ്തേവീർ ആക്ച്വലി സ്ട്രെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് BL ഉള്ളത് സ്റ്റോറിക്ക് അനുസരിച്ചിട്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം LGBTQ കമ്മ്യൂണിറ്റീനെ കുറിച്ച് നല്ല രീതിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ട്രിഗർ ആവുകയാണെങ്കിൽ ഇട്ടിട്ട് പൊക്കോളൂ, ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളിരുന്ന് കണ്ടോളൂ. ഓൾസോ അത് അത്യാവശ്യം പോയിറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല. ബോറടിക്കുമെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് വീഡിയോ ലേറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത സാധനം പെട്ടെന്ന് സോഫ്റ്റ്വെയർ പണി തന്നതാണ്. സോ എല്ലാം ആദ്യം തൊട്ടേ സ്ക്രാച്ചെന്ന് ഈ വീഡിയോയുടെ ഒരു പകുതി വരെ ഞാൻ ആക്ച്വലി എഡിറ്റ് ചെയ്ത് ജനുവരി 1 ഇടാൻ നിന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ എഡിറ്റർ അമ്മച്ചി പണി തന്നത്. അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ജനുവരി 1 വേണ്ട സാധനം 7 ദിവസം ലേറ്റ് ആയതിൻ്റെ റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു FFൽ മെയിനായിട്ട് തേക്കുക്കും മാത്രമല്ല ബാക്കിയുള്ള ഷിപ്സും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഞാൻ ഈക്വൽ പരിഗണന കൊടുത്തിട്ടുണ്ട്. അപ്പം തേക്കോക്ക് സീൻസ് ഇല്ല എന്നല്ല കേട്ടോ, തേക്കോക്ക് സീൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഷിപ്സിൻ്റെ സീൻസും ഉണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ എൻജോയ്. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റാത്ത ഇസാമിയുടെയും ഭൂമിയുടെയും പ്രണയം ഇഷ്കിലൂടെയും വീരിലൂടെയും പൂവണിയാൻ പോവുകയാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? അപ്പു നമ്പൂതിരിയെ കണ്ട് അവർ രണ്ടാളും വീട്ടിലേക്ക് യാത്രയായി. ആ നേരമൊക്കെ ഇശ്വികിനെ ഇടം കണ്ടിട്ട് വീർ നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നോക്കാതെ മാഷെ, കണ്ണിലേച്ചായിരുന്നു. വീരൊന്ന് ചിരിച്ചു. എങ്ങനെ നോക്കാതിരിക്കും? അത്രമേൽ ഭംഗിയോടെയല്ലേ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. എന്റെ പൊന്നേ മതി. ഇങ്ങനെയൊക്കെ ഇഷ്വിക് പറഞ്ഞെങ്കിലും അവനെയുള്ള ആ വാക്കുകളിലൂടെ കുളിര് കൂറുകയായിരുന്നു. എന്റെ വീട്ടിലേക്ക് വാ, ഒരു സംഭവം എനിക്ക് കാണിച്ചു തരാനുണ്ട്. എന്ത്? അവർ വീരിന്റെ വീട്ടിലെത്തി. ഇവിടെ ആരും ഇല്ലേ? എന്റെ പാരന്റ്സ് അബ്രോഡിലാണ്. ഓ, കണ്ണടക്ക്. എന്തിനാ? നിനക്ക് നിന്നെ എന്റെ കണ്ണിലൂടെ കാണാൻ. എന്തായി പറയണേ? എനിക്കണ്ണാ. ഇഷ്വിക് കണ്ണു തുറന്ന് ആകെ സ്തംഭിച്ചുപോയി. അവന്റെ രൂപവുമായി സാദൃശ്യമുള്ള സ്ത്രീയെയും കൂടെ അവന്റെ ഒരു ചിത്രവും. ഇത് ഇഷ്വികിന്റെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വീർ പറഞ്ഞു, ഇവളാണ് ഇസാമി. എന്റെ സ്വപ്നത്തിൽ നിറച്ചവളായിരുന്നു. പിന്നീടാണ് നീ എന്റെ ലൈഫിൽ വന്നത്. അന്ന് തൊട്ട് എപ്പോഴും നിന്റെ മുഖം മാത്രമാണ് എന്റെ സ്വപ്നത്തിൽ വന്നത്. അപ്പോ ഒരുപക്ഷെ കഴിഞ്ഞ ജന്മം ഇസാമി ആയിരിക്കാം എന്റെ ഹൃദയം കീഴടക്കിയത്. പക്ഷെ ഈ ജന്മം ഞാൻ അവളുടെ ചിത്രം വരച്ചപ്പോൾ എനിക്കൊരു തരത്തിലുള്ള ആ ഫീലിങ്സും തോന്നിയിരുന്നില്ല. നീ വരുന്നത് വരെ, നിന്നെ കാണുന്നത് വരെ, നിന്നെ വരച്ചതിന് ശേഷം എനിക്ക് നിന്നോട് തോന്നിയ ഫീൽ, it was kind of
മാഗ്നറ്റിക്. വീർ ഓരോ വാക്കുകൾ തീർക്കും തോറും അവന്റെ സംസാരത്തിന്റെ ഇന്റൻസിറ്റി കൂടിക്കൊണ്ടേയിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇസാമിയുടെയും പൊൻസോക്കിന്റെയും പ്രണയം പൂർത്തിയാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ഇഷ്കുമായുള്ള പ്രണയം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ജന്മമെടുത്തത്. വീരിന്റെ കണ്ണ് ഇതൊക്കെ പറയുമ്പോൾ നിറയുന്നുണ്ടായിരുന്നു. ഇഷ്കത് കണ്ട് പതിയെ വീരിന്റെ മൃദുലമായ കവളുകൾ തലോടി ആ കണ്ണുനീരുകളെ തുടച്ചു. ആ കവളിൽ ഇഷ്ക് ഒരു മുത്തവും നൽകി. ഇത് പെട്ടെന്ന് വീരിനെ അതിശയിപ്പിച്ചു. ഇഷ്ക് വീണ്ടും ആ കവിളുകളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. പതിയെ അവരുടെ ഇടയിൽ ഒന്നിനും നുഴഞ്ഞു കയറുവാനുള്ള സ്ഥലം പോലും ബാക്കിയില്ലാതെ അടുത്തടന്ന് അവർ മനസ്സിലാക്കി. ഇത് ഇഷ്വിന്റെയും വീറിന്റെയും മനസ്സിനെ ചൂടാക്കുവാൻ മതിയായിരുന്നു. Can I kiss you, please? ഇഷ്ക് ഒന്നും ചിന്തിക്കാതെ അവന്റെ മനസ്സിനെ പിന്തുടർന്നു. അവൻ തലയാട്ടി. Ishq, I know I'm too fast for this, but I love you. I want to make you mine in every ways. But now I really want your presence. മറുപടിയായി ഇഷ്ക് കൊടുത്തത് നേരത്തേക്കാൾ ഇന്റൻസിറ്റിയുള്ള ഒരു കിസ്സായിരുന്നു. ആരോ വീരവാതിരക്കുന്നുണ്ടായിരുന്നല്ലോ. കിസ് പാടില്ല, ഫിസിക്കൽ അട്രാക്ഷൻസ് പാടില്ല. How fast did you fall for me? Just for me. പോടാ, മനുഷ്യര് മാറും എന്നല്ലേ പറയാറ്. അവന്ത് പോലും ഇത്ര പെട്ടെന്ന് മാറത്തില്ല. ഇവനെ ഇവിടെ കിടക്കുന്നു. കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. നല്ല സിവിയർ ഹെഡേക്ക് വന്നതുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. സോറി. Hey, I are even sorry for. You are mine. എന്നാലും നീ എന്നൊരു ഇൻഡിവിജ്വൽ എടുക്കുന്ന തീരുമാനത്തിൽ കൈകടത്താൻ ഞാൻ ആരുമല്ല. You really sound like him. ബംസോക്ക്? Yeah, deja vu അടിക്കുന്നു. അവനോട് പോവാൻ പറ. അവനവൻ്റെ ഇസാമിയുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ക് മാത്രമേ ഉള്ളൂ. മതി ആർട്ടിസ്റ്റേ, ഇങ്ങനെ ചീസി ആവാതെ. Can't help. You make me like this. Now you can't escape this trap. I would love to not escape from this trap forever. Look who's being cheesy right now. ഞാനെന്ന് ദേവിൻ്റെ അടുത്ത് പോട്ടെ. I have a lot to talk. Okay. Bye, my love. Bye, darling. What? എന്താ കേട്ടില്ലേ? My darling. ഇങ്ങനെ പോയാ എനിക്ക് നിന്നെ ഇവിടുന്ന് വിടാൻ കുറച്ച് പണിപ്പെടും. വിടടാ. Love you. Bye. Bye. ഇഷ്ക് ദേവിന്റെ ക്ലിനിക്കിലെത്തി അവനോട് എല്ലാ കാര്യവും പറഞ്ഞു. So my predictions were right all along. ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് നീ ദേഷ്യപ്പെടൂ? എന്താ? നിന്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ ഉണ്ടായിരുന്നോ? എന്നെ പോലെ ആരെങ്കിലും? ആ ആൾക്ക് GFO BFO എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. അവിടെ ഞാൻ ഒരൊറ്റ സിംഗിള്. ഇതെന്താ കഷ്ടമാ. എനിക്ക് ആരെങ്കിലും വേണം. ദൈവം എന്നോട് മാത്രമേ വേണം. അയാൾക്ക് തേങ്ങയിൽ വെള്ളം നിറക്കാണെങ്കിൽ ഒരാളെ എനിക്ക് സെറ്റാക്കി തരാൻ കഴിയില്ല. അയ്യോ ദേവാ, നീ നടങ്ങ്. എനിക്ക് ആരെയും ഒന്ന് സെറ്റാക്കി തായോ. ആണോ പെണ്ണോ, ഞാൻ ജെൻഡർ ഫ്ലൂയിഡ് ആണ്. പൊട്ട, അതിന് ബൈസെക്ഷൽ എന്നാ പറയാറ്. അയ്യോ, എന്നാ ഞാൻ അത് തന്നെ. എനിക്കൊന്ന് സെറ്റാക്കി തായോ. എന്റെ ഭഗവാനെ. ദേവ് സാറിന് ഒരു വിസിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ദൈവമുണ്ട്. അപ്പൊ തേങ്ങക്ക് വെള്ളം നിറക്കാൻ മാത്രല്ല തനിക്കറിയാവുന്നല്ലേ? 10-26 കൊല്ലമായി ഞാൻ ഇത് കേൾക്കുന്നു. ഇനി ശരിക്കും സ്വയം കിട്ടുമല്ലോ. അമ്മേ, ഞാനെന്നാ പോട്ടെ, നീ വിസിറ്ററിനെ കാണും. ശരി, ഞാൻ എന്റെ മാവിനെ വളവിട്ട് പൂക്കിക്കാൻ നോക്കട്ടെ. പൂക്കിക്കാൻ? അവിടെ മണ്ട പൂവിപ്പിക്കാൻ ഒരു എഴുത്തച്ഛൻ വന്നേക്കുന്നു. മണ്ടൻ. ഓ ഹായ് റേയാൻഷ്, എന്താ ഇവിടെ? അത് ദൈവ സൈക്യാട്രിസ്റ്റ് ആണല്ലോ. സോ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതാ. സൈക്യാട്രി ആണെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും സൈക്കിക് അവന. ചുമ്മാ. ശരി, ഞാൻ പോട്ടെ. ബൈ. ബൈ. റയാൻഷ് അവിടെ എത്തിയപ്പോഴേക്കും ദേവിന്റെ പ്രതീക്ഷ ഒന്ന് തകർന്നായിരുന്നു. കാരണം ദേവ് എക്സ്പെക്ട് ചെയ്ത ആളെ അല്ല വന്നത്. ഹായ്, ഇരിക്കൂ റയാൻഷ്. എന്തേ വിസിറ്റ് വന്നേക്കുന്ന? ഹോപ്പ് ഇറ്റ്സ് നോട്ട് കൺസൾട്ടേഷൻ. ജസ്റ്റ് ഒരു അഡ്വൈസ് വേണം. ഓൺ വാട്ട് ബേസിസ്? ഡോക്ടർ, I love men.
അത് തെറ്റാണ്. അത് ഗേ ആണ്, അത് തെറ്റല്ല. ഏ? ആണുങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഗേ എന്നാ പറയാറ്. ഓ യാ. അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെയും ഇഷ്ടമാണെങ്കിൽ ബൈസെക്ഷൽ എന്ന് പറയും. അപ്പോ പക്ഷെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൂടാതെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഈ ജെൻഡറെ കെയർ ചെയ്യാത്തവരെ പാൻസെക്ഷൽസ് എന്ന് വിളിക്കും. ഡോക്ടർ ഞാനൊന്ന് ഇവരൊന്നിനോടും ഇഷ്ടമല്ലേ അസെക്ഷൽ എന്ന് പറയും. ഡോക്ടറെ ഓ യെസ് ഗേ. റയാൻഷ്, സോറി, ഐ ഗോട്ട് ക്യാരിഡ് അവേ. കുറെ പേര് എന്നോട് ചോദിച്ചു വരാറുണ്ട്, അതാണ്. പെട്ടത് എവിടെയാണോ? പറയൂ റയാൻഷ്, താൻ ഗേ ആണ്, അതിനെ തെറ്റിദ്ധ വിളിക്കരുത്. ഡോക്ടർ ഗേ ആണോ? ഏ അല്ല, കൗതുകം കൊണ്ടാണ്. ലേശം കൗതുകം കൂടുതലാ. പറ ഡോക്ടറെ, എനിക്ക് ഇൻക്ലൂസീവ് ആയിട്ട് തോന്നാലോ. ഞാൻ ബൈസെക്ഷൽ ആണ്. അപ്പോ ഇതിനു മുന്നേ ആരോടേലും സ്പെസിഫിക്കലി മെന്നിനോട് ഫീലിങ്സ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ സെലിബ്രിറ്റി മെൻ ഉണ്ട്, റിയൽ ലൈഫ് മെൻ ഇതുവരെ ഇല്ല. ഓ, അപ്പോ റിയൽ ലൈഫിൽ ഡോക്ടറെ ഏതെങ്കിലും ഞാൻ വന്ന് പ്രപ്പോസ് ചെയ്ത ആളെ അടിമുടി നോക്കി നല്ലതാണ് നോക്കി പറയും. ഓ, എന്നാ ഡോക്ടർ എന്നെ ഒന്ന് അടിമുടി നോക്കിക്കേ. ഡോക്ടറുടെ കണ്ണുകളിൽ ഞാൻ നല്ലതാണോ? തിരിഞ്ഞൊന്ന് നിന്നെ പോലീസാനും കൊട്ടിച്ചാത്തൻ. കൊള്ളാം കൊള്ളാം, നല്ലയാ. ആണല്ലേ? അപ്പൊ സെറ്റ്. എത്ര ഫീസ്? 600 രൂപ. താങ്ക് യു ഡോക്ടർ. പോട്ടെ, ഈ സിറ്റിങ്ങിന് വന്നിട്ട് പൈസ വാങ്ങിക്കുന്നു. എന്നാലും അവൻ എന്തിനാ എന്റെ ഒപ്പീനിയൻ ചോദിച്ചേ? നെക്സ്റ്റ് പേഷ്യന്റ്. ആദ്യമായിട്ട് ഇത്ര മണ്ടനായിട്ടുള്ള സൈക്കാട്രിസ്റ്റിനെ ഞാൻ കാണുന്നത്. ഇതിനൊക്കെയാണല്ലോ ദൈവമേ എനിക്ക് ഇഷ്ടം തോന്നിപ്പിച്ച്. അത് അനുഭവിച്ചോ കേട്ടോ. കഴിഞ്ഞു അർജുനേട്ടാ? കഴിഞ്ഞു. നമ്മൾ എന്നാത്തിനെ കാട്ടിലേക്ക് വന്നേ? കൊതുകടി കൊണ്ടിട്ട് വേണ്ട. എന്റെ അർജുൻ, നിങ്ങളത് കണ്ടില്ലേ? എന്ത്? നോക്ക്. ഓ വാവ്. അർജുൻ ആ ഇണക്കിളികളുടെ ചിത്രമെടുത്തു. അവരെ കണ്ടിട്ട് ആരായിട്ടാ തോന്നുന്നേ? 2 പക്ഷികൾ, ഭാര്യ ഭർത്താവായിരിക്കും, അല്ലാതെ എന്താ? ചെറിയ തീർത്തുണ്ട്. ഭർത്താവാണ് അവർ. അപ്പോ യെസ്, ഹോമോസെക്ഷൽ. പക്ഷികൾക്കും കേട്ടാ, ഈ ലോകത്തെ സകല ജന്തുക്കളും ഇങ്ങനത്തെ ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അബ്നോർമൽ ആയിട്ട് തോന്നുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ്. ഇറ്റ്സ് എ റാൻഡം ഡേ ഫോർ ദം. ഇതൊക്കെ നിനക്ക് ഇങ്ങനെ ബുക്ക് വയസ്സ്. ഓ, അപ്പൊ താൻ ഇതിനൊക്കെ സപ്പോർട്ടാണോ? ഒരു സീക്രട്ട് ഉണ്ട്. എന്താ? അമ്പായി, പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. അതല്ല, ഇങ്ങനൊരു ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ മാത്രം പ്രതീക്ഷിക്കാതെയുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലായതാ. എല്ലാവർക്കും? യേഷ്, ദേവ്, ഈവൻ റയാൻ, ഋഷാൻ, ജയ്, വീർ, അവർക്കൊക്കെ മനസ്സിലായി. അവരുടെ ഗേഡാർ അടിച്ചെന്ന് തോന്നുന്നു. ഓ, ആ കിളികളെ കണ്ടപ്പോ എനിക്കെന്തോ. നിനക്കിങ്ങനെ മനസ്സിലായി? ഇതിനു മുന്നേ എനിക്കൊരു എക്സ് ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. എനിക്കൊരിക്കലും അയാളെ മറക്കാൻ കഴിയില്ല. എന്തേ? എന്നോട് ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അയാളും ഞാനും സീക്രട്ടായി ഡേറ്റ് ചെയ്തു. പക്ഷേ ബാക്കി എല്ലാവരോടും അയാൾ എന്നെ പറ്റി. പിന്നീട് അറിയുന്നേ അയാൾക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന്. അയാളുടെ ഗേ ഫാന്റസി തീർക്കുവാനുള്ള ഒരാൾ മാത്രമായി ഞാൻ. അപ്പോ നീ വാചനല്ലേ? ഹാഫ് ലൈക്ക് എന്റെ ഫസ്റ്റ് കിസ്, മേക്ക് ഔട്ട്, ഓറൽ ഇതൊക്കെ കഴിഞ്ഞു. ബട്ട് നെവർ ഡിഡ് സെക്സ് വിത്ത് എനിവൺ. അയാൾ പോയതിനു ശേഷം ഞാൻ അങ്ങനെയാലും ട്രസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടായിരുന്നു എനിക്ക് എന്റെ പുസ്തകങ്ങളും ഈ പ്രകൃതിയും എന്റെ എഴുത്തും ഒക്കെ. ഏട്ടൻ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യത്തില്ല കേട്ടോ. പെർമിഷൻ ഇല്ലാതെ ഒരാളെയും ഞാനങ്ങനെ തൊടുത്തില്ല. ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യത്തില്ല. ഏയ് നിതൻ, ഇറ്റ്സ് ഓക്കെ. അവരോടൊക്കെ പോവാൻ പറ. നിനക്ക് ഞാനുണ്ട്. ഡോണ്ട് ക്രൈ. താങ്ക് യു. അയ്യോ, ഏട്ടനെ എന്റെ കണ്ണിന് പൊടി പോയതാ. ഓ, കൊതുകടി കൊണ്ടെങ്കിൽ എന്താ? ദിസ് പ്ലേസ് ഇസ് സോ ഓസം. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് മീ ഓവർ ഹിയർ. എന്തോ ചേട്ടനെ ഇവിടെയൊക്കെ ഇഷ്ടമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഇവിടെ മാത്രല്ല എനിക്ക് ഇഷ്ടമായത്. അല്ല, ആ കിളികൾ. ശരിയാ. നമുക്ക് പോവാം. ഋഷാൻ
അവന്റെ ബിയർ കുടിക്കുകയാണ്. ആഹാ വന്നോ? Oh, I missed you. ജയ് റിഷാനെ അമർത്തി കെട്ടിപ്പിടിച്ചു. വിട്ട് 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 വിട്ട്. എടോ വളരെ സന്തോഷത്തിലാണല്ലോ. എന്തായിരിക്കും? എന്താ? എനിക്ക് ഷിക്കാഗോയിലേക്ക് പോവാൻ ലെറ്റർ വന്നു ഫോർ ഹയർ സ്റ്റഡീസ്. എന്താ? എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി മാസ്റ്റേഴ്സിന്. ഓ എന്താ? ഓ നത്തിങ്. കൺഗ്രാറ്റുലേഷൻസ് ബേബ്. എപ്പോഴാ പോണേ? ഇന്നേക്കാണ് വിത്തിൻ 2 months. 2 months? Cool. Rishu, Ah, I know something's wrong. nothing. It was sudden. അതിന്റെ ഷോക്കാ. Nothing else. Are you sure? എന്നാ മൂഡ് സെറ്റ് ആക്കാൻ ഇന്ന് നമുക്ക് ഡിന്നറിന് പോകും. I can't. Hectic amount of work to do. ഇന്നത്തെ ഒരു ദിവസം പ്ലീസ്. റിഷാൻ ജയുടെ ക്യൂട്ട്നെസിന് മുന്നിൽ തോറ്റൊടുക്കേണ്ടി വന്നു. അവർ അങ്ങനെ ഡിന്നറിന് പോയി. ഋഷു, ഇന്നൊരു സ്കൂളിലായിരുന്നു ഞാൻ സ്പീച്ച് ചെയ്തേ. അവിടെ നിന്ന് ഒരു കുട്ടി ഒറ്റയ്ക്ക് മാറി നിന്ന് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. എന്നിട്ടോ? ആ കുട്ടി എന്റെ അടുത്ത് പറയുക അവനെ കാണാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് അവന്റെ ലൈഫ് മുന്നോട്ട് നീങ്ങുമെന്ന്. ഞാനെന്നെ കണ്ടടാ, ആ പഴയ ജെയ്സി ഷാന്. ആ കുട്ടിയെ എല്ലാവരും കാണാൻ കൊള്ളില്ലെന്ന പേരും പറഞ്ഞ് എന്തൊക്കെയോ അനുഭവിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കോ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടിയെങ്കിലും എനിക്ക് നേർവഴിയിലെത്തിക്കണമെന്ന് തോന്നി. അവന്റെ ടീച്ചേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. കാര്യം അവര് ഡീൽ ചെയ്തോളാം എന്നും പറഞ്ഞു. പക്ഷെ ആ മോനോട് ഞാൻ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ ഞാൻ നമ്പർ കൊടുത്തു. ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശരി എന്റെ പെർസ്പെക്റ്റീവിൽ ജയെ റിഷാൻ ഹഗ് ചെയ്തു, ഉള്ളിലുള്ള ആ ഭാരം ഒതുക്കി വെച്ചുകൊണ്ട്. നമുക്കെന്നാ കിടക്കാം. വരട്ടെ, അതിനു മുന്നേ ആയിഷോ, ഇത്ര പെട്ടെന്ന്? I don't care. I just want you and only you. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്താ? നിന്റെ പാരന്റ്സ് എന്നെ ആക്സെപ്റ്റ് ചെയ്യോ? ഏകദേശ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്. നിന്റെ പാരന്റ്സ് സമ്മതിച്ചോ? ഈ കാര്യങ്ങളിലൊക്കെ അവര് അത്യാവശ്യം പ്രോഗ്രസീവ് ആണ്, എക്സെപ്റ്റ് വർക്ക് ആൻഡ് അംബിഷൻ. നിന്നെ അവരെ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ പോകുന്നത് നിന്റെ ആർട്ടിസ്ട്രിയെ കുറിച്ച് ചോദിച്ചിട്ടാവും. അതിനുള്ള മറുപടി എനിക്കുണ്ട്. ഉണ്ടായാ കൊള്ളാം. അതല്ല, ഔട്ട് ഓഫ് ദ ബ്ലൂ ചെയ്തത് കൊണ്ട് ചോദിച്ചതാ. എനിക്ക് കിസ് ചെയ്യാൻ തോന്നിയ ഞാൻ കിസ് അടിക്കും. എന്റെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. You're so fine. Shut up, Veer. Let's go. നിന്റെ വീട്ടില് നിനക്ക് സ്വന്തമായിട്ട് റൂമുണ്ടോ? എന്ത്? ചോദിച്ചതാ. അപ്പോഴാണ് ഇഷ്കിന് കാര്യം കത്തിയത്. നടക്കൂല. പൊന്നി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, you would be in my arms automatically. പിന്നെ പറയണ്ടല്ലോ. വീർ. ഓക്കെ മാഡം ജി. കൊന്നല്ലോടി. എത്രയായി ഇച്ചു കണ്ടിട്ട്? അച്ചടി മിസ് ചെയ്തോ എന്നെ? ഓ പിന്നെ നിന്നെ മിസ്സേ എന്റെ പട്ടി ചെയ്യും. അല്ല, നമ്മുടെ സുന്ദര പുരുഷൻ എന്തേ? ഓ വീറോ. ചേട്ടന്റെ പേര് വീരെന്നാ? ഓ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. വിളിക്കാം. വീർ. വീർ കുറെ സാധനങ്ങളുമായി വന്നു. ഇതെന്തൊക്കെയാ ചേട്ടാ? എന്തായാലും എന്റെ കുടുംബാവാൻ പോകുന്ന വീടല്ലേ, ഇതൊക്കെ എന്ത്? ഞാൻ പിടിക്കാം. വേണ്ട വേണ്ട, അല്ല ജസ്റ്റ്. അയ്യോ, എന്തൊക്കെയാ ഇത് മോനെ? എന്താ
മേഘ. പക്ഷേ മോനെന്നെ അമ്മായിന്ന് വിളിച്ചാൽ മതി. അമ്മേ. വരൂ, ഇരിക്കൂ. പപ്പ കുറച്ച് പണത്തിരിക്കില്ല, ഞാൻ വിളിച്ചോണ്ട് വരാം. അയ്യോ അമ്മേ, അത് വേണ്ട. പുള്ളി ബിസിയല്ലേ, അത് കഴിഞ്ഞ് വരട്ടെ. പിന്നെ മോൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കേറി വരുമ്പോ എങ്ങനെയാ? ഞാൻ വിളിച്ചിട്ട് വരാം. കാര്യം പറയാലോ ഇഷ്ക. Your mom is so good. ഇഷ്ക, അതൊക്കെ ഇപ്പൊ അതൊക്കെയുണ്ട്. സ്റ്റോറി. വീർ അവരുടെ കണ്ടുമുട്ടലും പ്രണയകവ്യം ഒക്കെ ഇഷാനിയോട് പറഞ്ഞു കൊടുത്തു. അവരുടെ കഴിഞ്ഞ ജന്മമൊഴികെ. എന്നിട്ട് പട്ടിച്ചേട്ടനൊന്നും എന്നോട് പറഞ്ഞില്ല. പട്ടിച്ചേട്ടനോ? ദേ ഞാനൊന്ന് പോയപ്പോഴേക്ക് നിന്റെ മര്യാദയൊക്കെ വിടിടി. പിന്നെ ഒന്ന് പോടാപ്പാ. കേറിപ്പൊടി. എന്തുവാ? അയ്യോ അടങ്ങ് ഇഷ്ക, അവള് കുഞ്ഞല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് വീരേട്ടാ. ആരെ വിരട്ടാനാ? അയ്യോ വിരട്ടാനല്ല പപ്പേ, വീരേട്ടനെന്നാ. ഹായ് സർ, വീർ. ഞാൻ ശരത്, എഞ്ചിനീയർ ആണ്. ഇഷ്ക പറഞ്ഞായിരുന്നു. മോൻ എന്ത് ചെയ്യുന്നു? I'm an artist. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക്സ് ഒന്നും ഇല്ല, മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് ആണ്. സൈഡ് ഹസൽസ് ഇല്ല. ആർട്ടിസ്റ്റ്സ് ഒക്കെ എങ്ങനെയാ സ്റ്റേബിൾ ആവുന്നത്? ആസ് എ ഹോബി ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ, ബട്ട് യു നോ ഐ റിയലി ലൈക്ക് ആർട്ടിസ്റ്റ്. ബട്ട് ഇതൊക്കെ പ്രൊഫഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ Hey Ishq, it's okay. Let him. ഞാൻ ആക്ച്വലി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. സെക്ഷുവാലിറ്റി അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്ന കാര്യം എനിക്കറിയാം. ബട്ട് എംപ്ലോയ്മെന്റ്, ദാറ്റ്സ് വേർ ഐ ഡ്രോ ദ ലൈൻ. ഒരച്ഛന്റെ ആദ്യമാണ്. ബിക്കോസ് ഈ സൊസൈറ്റിയിൽ നമുക്കൊരു റെപ്യൂട്ടേഷൻ ആൻഡ് റെസ്പെക്ട് വേണമെങ്കിൽ വി ഹാവ് ടു ബി റിച്ച്. I hope you get it, Mr. Veer. Understood, sir. വളരെ വലുതായിട്ടുള്ളൊരു പോയിന്റ് ആണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. സാർ ഒരു ആർട്ട് ലവറാണെന്ന് പറഞ്ഞല്ലേ? Yes, I love the works. Art's quite nice to watch and keep it as it was though. A painting, that one over that corner. That's by a renowned artist, Vin. International quality ullada. His identity is kept a secret, but his works are so awesome. Also, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ആർട്ടിസ്റ്റിൽ ഒന്നാണ് വിൻ. വിൻസെന്റ് വാൻ ഗോഗ് 2.0 എന്നാണ് അവരെ പറയപ്പെടാറ്. ഞാൻ അറിഞ്ഞിരുന്നില്ല. വിന്നിന്റെ വർക്ക്സ് അറിയോ? പിന്നില്ലാതെ. ദ ലാസ്റ്റ് തോട്ട് ഓഫ് ദി ഡൈയിങ് സ്റ്റാർ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിറങ്ങളും നഷ്ടപ്പെടുമ്പോഴുള്ള വികാരങ്ങൾ, അന്നേരം തോന്നുന്ന നിറമില്ലാത്ത ലോകത്തിലെ ഭീതി, പിന്നീട് നമ്മൾ സ്വയം നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന അനുഭൂതി. യെസ്, ഐ നോ ദിസ് വൺ. Wow, you explained it so well. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാ ആർട്ടിസ്റ്റിനും ഒരു സൂഡോണിം ഉണ്ടാവും, ലൈക്ക് എഴുത്തുകാർക്ക് പെന്നേം ഉള്ളതുപോലെ. Oh, and what's yours? Vin, myself, artist Vin, that you were referring to. What? Excuse me? Yeah. I'm a big fan of Van Gogh. So, I'm കിട്ട നെയ്മാണത്. Identity hide ചെയ്തത്. I don't want the fame, as I'm passionate about being an artist, not to become a famous person. So, yeah. Oh my god, I never knew. Sorry. Hi, it's okay. ഒരച്ഛൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. It's okay. കയറിയിരിക്കൂ. ഇഷ്വിക്, arrange the tables for dinner. പിന്നീട് അവിടെ നല്ല കുടുംബ നിമിഷങ്ങളായിരുന്നു നടന്നത്. ഇഷ്കിന്റെ അച്ഛനും അമ്മയ്ക്കും വീറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും അവർക്ക് നല്ലൊരു മരുമകനെയാണ് കിട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലായി. മോൻ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്. എന്തിന്? ഞാൻ കഴുകിക്കോളാം. അതൊന്നും പറയണ്ട, മോൻ ഇവിടുത്തെ ഗസ്റ്റ് ആണ്. സോ ഐ വിൽ വാഷ്. നോ, കാരണം അമ്മ ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയതല്ലേ. ആൻഡ് ആസ് എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ഞാൻ കഴുകിക്കോളാം. അമ്മ മാറിക്കും. ഈ കുട്ടി അടക്ക്, ഈച്ച കയറും. പൊടി. ഇഷ്ക് അവന്റെ റൂമിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു നിന്റെ കൂടെ കിടന്നോളാൻ. എനിക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇങ്ങനൊരു നോട്ടം? Damn you. Why? For being so hot. Look, who's being needy right now? I don't care.
I only want you. Can we? No. ഇവിടെ നിന്ന് വേണ്ട. It is happening all of a sudden on the basis of our adrenaline rush. I don't want that. എനിക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ രണ്ടാളുടെയും സമ്മതത്തോടെ പതി ആരുമില്ലാത്തൊരു വീട്ടിലുമത് നിന്റെ ഫാമിലിയുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് വേണ്ട. അതോ ശരിയാക്കി തരാം. വന്നിട്ട് ഒരു ദിവസം പോലും അല്ല, ഇപ്പോഴേ പോവാണോ? അത് പെട്ടെന്ന് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു, ഒന്നും തോന്നരുത്. അത് സാരല്ല മേഘ, കുട്ടികളെ നല്ല രീതിയിൽ യാത്ര അയക്കുകയല്ലേ വേണ്ടത്. അവർ തിരിച്ചു വരും. മക്കളെ ചെല്ല്. ബായ് ഇഷാനി. ബായ് വീരേട്ടാ. ബായ് ഇഷ്കു. ഡേ ആ മതി, നിങ്ങൾ പൊക്കും. ബായ് മാ. ബായ് അച്ഛാ. ആ ഭാരം ഒഴിവായി. എന്ത് അച്ഛനമ്മ മീറ്റിംഗ്? ഞാൻ വിചാരിച്ചു അവർ എതിർക്കുന്നു. യുവർ പ്രൊഫഷൻ. ഐ വാസ് സ്കെയർഡ്. താങ്ക് ഗോഡ്. ഇപ്പൊ എവിടേക്കാ പോണേ? ജയ് ഷിക്കാഗോയിലേക്ക് പോവുക ടുമാറോ. അപ്പൊ എല്ലാവരും കൂടി ഒരു പാർട്ടി ചെയ്യാന്ന് വെച്ചു. What? That was all of a sudden. I know, right? But അത് ജയയുടെ സ്വപ്നമായിരുന്നു. So you know. അപ്പൊ റിഷാൻ? He might be cool with that. റിഷാൻ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. പുതുചായം കൂട്ടുകയോ വേഷം മാറുകയോ ഈ മായ കാഴ്ചകൾ കാണാത്തനുവുകൾ ആരാരാണേ 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 ഞാനോ നീയോ ആരാരാണേ 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 ഞാനോ നീയോ ആരാരാണേ. റിജു, ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. നമുക്കിന്ന് പാർട്ടി ഉള്ളതല്ലേ, അവരൊക്കെ ഇന്ന് വരും. വി ഹാവ് ടു ഗിവ് എ ഫീസ്റ്റ്. പോവാം. അവർ ഷോപ്പിങ്ങിന് പോയി. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ഇടയിൽ ഒരു പാവയുടെ മേലെ ജയുടെ കണ്ണ് വീണു. ഹായ്. ആ കുട്ടിക്ക് വേണ്ടിയാണോ? ഇത് വേറെ കുട്ടിക്ക് വേണ്ടിയാ. Ashk, come. വീർ. He's in a call. By the way, ബാക്കി എല്ലാരും? നമ്മളൊക്കെ ഉണ്ടേ, ദേവ് മാത്രം വന്നില്ല. എന്തേ? He might be late because of a patient, I guess. എന്നാലും ജയ്, you could have told us that you're going. എടാ, ഞാനൊരു 1.5 മാസം മുന്നേ അറിയണേ. ഇത്ര പെട്ടെന്നൊരു കോൾ ഞാൻ പ്രതീക്ഷിച്ചേയില്ല. How's Rishan? He's cool with it. ശരിക്കും? ആന്നേ. He was like, it's okay. നിന്റെ കരിയറിൽ അറ്റ് ലാസ്റ്റ് ഒരു അവസരം കിട്ടിയതല്ലേ എന്നൊക്കെ. അവനൊരു പക്ഷേ സാഡായിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റണമെന്നില്ലല്ലോ. സംടൈംസ് വി ഹാവ് ടു ടു ലോങ് ഡിസ്റ്റൻസ്. ഒരു പക്ഷേ നമ്മളുടെ അകൽച്ച നമ്മളെ അടുപ്പിച്ചേക്കാം. I wish that. Anyways, drinks വേണ്ടേ? ഇപ്പൊ ജസ്റ്റ് ജ്യൂസ് എന്തെങ്കിലും എടുക്കുക, കുറച്ച് കഴിഞ്ഞടിക്കാം. Okay. അർജുട്ടാ. എന്താ ഇപ്പൊ ഒരു മുഖത്ത് തിളക്കമൊക്കെ കാണാലോ. അത് ഞങ്ങള് ഓ അപ്പല്ല അത് തന്നെ. എന്നാലും എന്നെ അറിയിക്കായിരുന്നു. അർജുണ്ട്. എന്താ ഏട്ടാ, ഇതൊക്കെ ഒരു പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ? സോയൻ, നീ എന്നെ പറയണേ? ഒന്നുമില്ല ബേബി. ആ വന്നല്ലോ. എടാ, നിനക്കൊരു വാക്ക് പറയാൻ മേലെ. നമ്മളൊന്നെല്ലാം കൊണ്ടും പൊരുത്തപ്പെടുമെന്നൊക്കെ നോക്കി. അയ്യ, നാളെ വൈവാഹിക ജീവിതത്തിൽ കേറാൻ പോണവരെ പൊരുത്തം പോലും. നീ ആര് ജോത്സ്യനോ? ഞാൻ ജയനെ കാണട്ടെ, നിങ്ങൾ ഇരിക്കെ. സോ ഹൗ ഇസ് ലൈഫ് വിത്ത്? Too good to be true.
നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? റിഷാൻ ഇസ് ഓക്കെ. അവൻ ഭയങ്കരമായിട്ട് ഒതുങ്ങിയ പോലെ. പുള്ളി പണ്ടേ അങ്ങനെയല്ലേ? ഹേയ്, എന്നാലും ഇത്രയ്ക്കൊന്നുമില്ല. അവൻ അവൻ ചെയ്യ പോകുന്നത് കൊണ്ടാണോ? പക്ഷേ ജയ് പറയുന്നത് ഹീസ് ഓക്കെ വിത്ത് ഇറ്റ് എന്നാണല്ലോ. അതെ, പക്ഷെ റിഷാൻ ഓക്കെ അല്ലെങ്കിൽ ചെയ്യ പോകൂ. ഐ ഡോണ്ട് തിങ്ക് സോ. That's it. He's hurt, but he can't open up. അവൻ കാരണം ഷെയുടെ പാഷൻ, കരിയർ ഒക്കെ നഷ്ടപ്പെടുക എന്നുള്ള അവന്റെ ഭയം. Can I talk to him? If you want it, you can. Hey, താനെന്താ ഇതിന്റെ ഉള്ളിൽ തന്നെ? നാളെ പോവല്ല പോ. റിഷാൻ, I know it hurts. It's a lot for you, right? What are you talking about? It's not your fault. He's not leaving you. It's okay. I tried, okay? I tried, but how would it? ഈ സിറ്റുവേഷൻ കണ്ടിട്ട് പോയില്ലെങ്കിലോ I would be drowning into this mess. നിനക്കെന്നാൽ അവരുടെ കൂടെ പൊക്കൂടെ? അത് എന്താ ഷിക്കാഗോയിൽ സൗണ്ട് എഞ്ചിനീയറിംഗിന് സ്കോപ്പില്ലാണ്ടാണോ? ഈ നാട് വിട്ടു പോവാൻ എനിക്ക് കംഫർട്ട് പ്ലേസ് ആണിത്. That's the problem, Rishan. Comfort space. നമ്മളെല്ലാവരെയും കംഫർട്ട് സ്പേസിലിരുന്ന will the life moves on the way we expected? No, never. എനിക്ക് എൻ്റെ വീട് വിട്ട് പോകാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്നറിയോ? ബട്ട് ഐ മാനേജ്ഡ് ഇറ്റ്. എനിക്ക് കംഫർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഐ ഗോ ബാക്ക് ദർ ടു മൈ ഹോം. അത്രയേ ഉള്ളൂ. ഹൗ വുഡ് സേ ടു ഗോ വിത്ത് ഹിം. ബട്ട് താൻ ചിന്തിച്ചു നോക്ക്, ഹൂ ഇസ് യുവർ കംഫർട്ട്, ദിസ് പ്ലേസ് ഓർ ജയ്? ഇറ്റ്സ് ഓൾ റൈറ്റ്. എല്ലാവരും താനില്ലാതെ ഓക്വേർഡ് അടിച്ചിരിക്കുക. ഈ മുഖമൊക്കെ കഴുകിയിട്ട് വാ. Thank you. നെവർ മെൻഷൻ. വാ. ആ, നല്ല സംസാരത്തിലാണല്ലോ. ഒരു സംഭവം ഉണ്ട്. എന്താ? നമ്മുടെ ഗ്രൂപ്പ് ഫുൾ കുടുംബമാകുന്ന മറ്റുള്ള Huh? What? Rayansh has a thing towards Dev. Excuse me? He's trying to hit hard on him. Rayansh, is it true? ഒന്നും പറയണ്ട. This guy Dev, എന്റെ പൊന്നോ, ഞാൻ ഏതൊക്കെ രീതിയിൽ അയാൾക്ക് സിഗ്നൽ കാണിച്ചെന്നറിയോ? എന്നിട്ട് പൊട്ടനെ പോലെ കളിച്ചോണ്ടിരിക്കാം. നീ ഒന്ന് ഉമ്മിച്ച എല്ലാം ശരിയാവും. എന്നിട്ട് വേണം പീഡന കേസിൽ പോവാൻ. ഒന്ന് പോയടാ. കൺസെന്റ് മാറ്റേഴ്സ്, യു നോ. അയ്യോ, നീ മര്യാദയ്ക്ക് ദേവനോട് പറഞ്ഞാലേ അവന് കാര്യം കത്തത്തുള്ളൂ. ജന്മനാ അവൻ BSN അല്ല. എന്നുവെച്ചാ മനസ്സിലാക്കാനുള്ള റേഞ്ച് കുറവാന്ന്. ആർക്കാ റേഞ്ച് കുറവ്? ഏയ്, അത് എന്റെ BSN സിസ്റ്റമിന് റേഞ്ച് ഇല്ലാന്ന് പറഞ്ഞതാ. അതിന് നീ ചെയ്യാൻ എന്റെ പഴയത്. അതിനു മുന്നേ ഐഡിയ അല്ലായിരുന്നു. VA ആണ് ദേവാ, പേരൊക്കെ മാറി. എന്നിട്ട് റേഞ്ചിനൊരു മാറ്റമില്ലല്ലോ, അപ്പടി തന്നെ ഇപ്പോൾ. ആ, BSNലും റേഞ്ച് സെയിമല്ലേ? എന്തൊക്കെ ഈശ്വരയെ വിളമ്പണേ. ഹലോ മിസ്റ്റർ തെറ്റുകാരൻ, നശിപ്പിച്ച്. സുഖാണോ? പിന്നെ നശിപ്പിക്കാണ്ടിരുന്നാ മതി. എന്തിനും പറഞ്ഞു? ഏയ്, എന്നാ ഇണക്കിളികളെ മിണ്ടിയും പറഞ്ഞു തരി. നമ്മളപ്പുറത്തുനിന്ന് ചെല്ലട്ടെ. ആ, ഇരിക്കെ. അതെന്നാ അവരുദ്ദേശിച്ചേ? ആവോ. യശ്വൻ, ആ, റിഷാൻ അവനെന്ത് പറഞ്ഞു? ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫിയർ ഓഫ് ലോസിങ് ഹിം. ഇനി കൺഫസ് ചെയ്താൽ ജയ് കരിയർ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഓ, അർജുവേട്ടാ. ആ, रब्बावे रब्बावे हो रब्बावे. ഇതെനിക്ക് ജയ തന്നതാ. അവന് ലൂസാണത്രേ. ഓ, കൊള്ളാം. ഓ, ഞാൻ പൊളിക്കും. അർജുവേട്ടാ, എടാ, അതെനിക്ക്. ഒന്നും പറയണ്ട, ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. എടാ, നിതിൻ ഭയാണല്ലോ, പിന്നെന്താ? കൺഫ്യൂസ് ചെയ്. എനിക്കത്. ചേട്ടനെ റബ്ബിയല്ലേ? എടാ ആണ്, പക്ഷെ കൺഫ്യൂസ് ചെയ്. വേറെ ആരെങ്കിലും വന്നാ പിന്നെ പോയി കേട്ടോ. ഒരു ചാൻസ് കിട്ടിയിരുന്നേൽ ഞാൻ കൊണ്ടുപോയേനെ. ഡാടാ, ഈ ചോറ് അവിടെ ആ വീറിന്റെ അവിടെ വേവിച്ചാ മതി, ഇങ്ങോട്ടേക്ക് വേണ്ടാട്ടാ. കണ്ടോ, ആ ജലസി കാണാനുണ്ട്. പോയി പാര അർജുവേട്ടാ. വേണ്ട, ഞാനായിട്ട് പറയേണ്ടി വരും.
വീർ എന്നെ വിളിച്ചു, ഞാൻ പറയാം. ഞാൻ എന്താ അർജുന്റെ ഉദ്ദേശം? എന്ത്? സത്യം പറ. ഇല്ല ഞാൻ നീ എന്നെ കാണിക്കും, ഞാൻ നിന്നെ മൂത്തതാ കേട്ടോ. വിളിച്ച് എന്റെ അടുത്ത്. ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, ബാക്കി പാട്ട് കഴിഞ്ഞു. അങ്ങനെ അവരൊത്തുകൂടി നല്ലവണ്ണം എൻജോയ് ചെയ്തു. ഒരു പക്ഷേ ഒരു ചെറിയ കാലയളവിൽ അവർക്ക് ഇങ്ങനെ കൂടാൻ കഴിഞ്ഞെന്ന് വന്നിക്കില്ല. ഓക്കെ ഈ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചുകൊണ്ടിരിക്കാം. സോ ഐ നീഡ് ദ ഫ്രിക്കൻ കൺഫെഷൻ. ഞാനും റിഷാനും പണ്ട് സെറ്റാണല്ലോ, പിന്നെന്താ? സ്റ്റാർട്ടിങ് ഞാൻ തുടങ്ങാം. ഞാനും ഇഷ്കും ഡേറ്റ് ചെയ്യാണ്. നമുക്കറിയാത്ത പോലെ. എന്നാ ചേട്ടന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. എന്ത്? അയ്യോടാ. ഞാൻ പറയാം. അർജുനും ഞാനും അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. We don't know if we would match up. Hope you guys get it. അപ്പൊ അർജുട്ടൻ നിങ്ങളും എന്നെ സിംഗിൾ ആക്കി നിങ്ങളൊക്കെ സുഖിക്കുവാണല്ലേ? ഇതിവിടെ നടക്കൂല. എനിക്ക് ഞാനായാൽ മതിയോ? നിനക്കോ? അതിന് നിനക്ക് വേറെ ക്രഷില്ലേ? അതൊരു പൊട്ടൻ. എടാ മണ്ട, അത് നീയാടാ. ഞാനോ? എടാ ദേവടെ, നിന്നെ വളക്കാൻ ഇവൻ പെടുന്ന പാട് കഴിഞ്ഞ 8 മാസം ഇവൻ പിന്നാലെ നടക്കുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അപ്പോ So, തീരുമാനായി will you be my boyfriend? ഈസ് ഇറ്റ് ട്രൂത്ത്? Yes. അപ്പൊ ഓക്കെ, കൊട്ട വേണം. അങ്ങനെ ഞാൻ സെറ്റ്. ഡാടാ റൂമിൽ പോടാ. പിന്നെ ഇത് അമ്മനല്ലേ? ഞാനൊന്നും പറയണില്ല. ഇഷ്വിക്കും ബീറും അവർക്ക് കിട്ടിയ റൂമിൽ കിടക്കുകയാണ്. ഇഷ്ക് എല്ലാ കാര്യങ്ങളും വീറിനോട് പറഞ്ഞു. ഒരു സംഭവം പറയട്ടെ. ഇപ്പൊ നീ എന്തായാലും ഒരു ഫ്രണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ചെയ്തു. ബട്ട് ഇനി അവരുടെ ഇടയിൽ പോകണ്ട. ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട് ദംസെൽവ്സ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇസ് ടു ഗിവ് ദം ദി ഷോൾഡേഴ്സ് വെൻ ഇൻ നീഡ്. ശരിയാ, റഷാന് കൊടുക്കേണ്ട പൊസിഷൻ ഞാൻ കൊടുത്തു. ഇനി എല്ലാവരുടെ തീരുമാനം. Am I interrupting? പറ. ഞാനും ചെയ്യും കല്യാണം കഴിക്കാൻ പോവാം tomorrow afternoon. What the fuck? പെട്ടെന്നെടുത്ത തീരുമാനം. ഹോളൊക്കെ റെഡിയാണ്. ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ധാരാളം. സ്യൂട്ട് വെഡിങ് ആണ്. സൂട്ട്സ് ഉണ്ടോ? നല്ല പഷ്ട ചോദ്യം. എനിക്കുണ്ട് വീർ. എനിക്കുണ്ട്. എന്നാലൊക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എന്താടാ ആലോചിക്കണേ? അല്ല, ഇത്രയും വലിയ വാർത്ത അറിഞ്ഞിട്ടും അർജുന എന്റെ സൈഡിലൊന്നും കേട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഇപ്പൊ സമാധാനമായല്ലോ. അതാരാ വേറൊരു ബഹളം വെക്കണേ? അർജുനോ ഇതിനോ അല്ല. അത് റേയാൻഷൻ നേരും. അവന്റെ ലോക്കൽ സ്വഭാവം എടുക്കാൻ തുടങ്ങി. ആ ചിലപ്പോൾ കേൾക്കുമ്പോഴേ മനസ്സിലാവും. നമുക്ക് കിടക്കാം. जब तुम सामने आते हो सब कुछ थोड़ा रुक जाता है. शब्द कम पड़ जाते हैं, दिल बस तुम्हें देखता है. तुम्हारी आंखों में कुछ अपना सा लगता है, जैसे बहुत पहले से तुम्हें जानता हूँ. इश्क देवी तुम्हारे नाम सा लगता है. इश्क देवी दिल को सुकून सा मिलता है.
इश्क देवी Thank you, Risha. I love you. I love you too, sweetheart. कह जाते हो एक छोटी सी मुस्कान में पूरा दिन भर जाते हो तुम पास होते हो तो डर कहीं खो അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഒഫീഷ്യലി മാരീഡ് കപ്പിൾസ് എത്തിയിരിക്കുകയാണ്. അടുത്തത് ഇഷ്ക് എന്ന ഇഷ്വികിന്റെയും വീരിന്റെയും വെഡിങ്. എന്തോ ആടെ കുടുംബശ്രീ അമ്മായിമാരെ പോലെ അവർക്ക് സമയം കൊടുക്ക്. വന്നു ജഡ്ജ്മെന്റൽ. നമുക്ക് നോക്കാം. എന്തായാലും ജയ് ഒന്ന് പോയി വന്നു കഴിഞ്ഞ് ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ആരെങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. പറഞ്ഞ പോലെയൊക്കെ കേട്ടോളണം. അവിടെ ചെന്ന് നിന്റെ വിസയുടെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. അയ്യോ ഇതിപ്പോ 8ാമത്തെ തവണയാ ഞാൻ കേട്ടു. നീ പെട്ടെന്ന് ചെന്നേ. റിച്ചു, ആ എന്താടാ? പോകുന്നതിന് മുന്നേ എന്റെ വകൊരു ചെറിയ ഗിഫ്റ്റ്. ഇത് എന്നെ മിസ് ചെയ്യുമ്പോ ഇതിനൊന്ന് അമർത്തിയാ മതി. ഞാൻ മുഴുവനായും ഷിക്കാഗോയിലാണെങ്കിലും എന്റെ മനസ്സിതാ ഈ പാവക്കുട്ടിയുടെ ഉള്ളിലുണ്ട്. I love you, husband. നീ പെട്ടെന്ന് ചെല്ലേ. പോ, ബോർഡിങ്ങിന്റെ ടൈം. അടുത്തതായി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ലോക പ്രശസ്തി നേടിയ നമ്മുടെ സ്വന്തം ചിത്രകാരൻ വിൻ. എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള ചിത്രരചന സ്നേഹികൾ ഒരു വട്ടെങ്കിലും എന്റെ പീസസ് കണ്ടിട്ടുണ്ടാവും. എന്റെ ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹമാണ് ഈ ആർട്ട് ഗാലറി തുടങ്ങുക എന്ന്. ഇപ്പോൾ ഇവിടെ എന്റെ മാത്രം പീസസ് ആണ് വെച്ചിട്ടുള്ളതെങ്കിലും ആർട്ടിൽ കഴിവുള്ള, ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഗാലറി അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാം. കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഈ കഴിവ് ഒരിക്കലും കാശിന്റെ ബലത്തിലല്ല കൊണ്ടുപോകേണ്ടത്, മറിച്ച് നമ്മുടെ മനസ്സും ഈ ലോകത്തിനോടുള്ള പൊരുത്തത്തിന്റെ ബലത്തിലാണ്. വളരെയേറെ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടെടുക്കുവാൻ കൂടിയാണ് എന്റെ ആർട്ട് ഗാലറിയുടെ ഉദ്ദേശം. ഈ മനോഹരമായ എന്റെ ഇടം ഇങ്ങനെ ഭംഗിയോടെ ആക്കിയത് എന്റെ സ്വന്തം ലൈഫ് പാർട്ട്ണറും എന്റെ ഫിയാൻസിയും കൂടിയായ ഇഷ്വികിനെ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുന്നു. കഴിവുകൾ നിലയ്ക്കാനുള്ളതല്ല, പുതിയ അറിവുകളെ പ്രത്യുൽപാദിപ്പിക്കാനുള്ളതാണ്. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് ദിസ് പാരഡൈസ് ഫോർ മീ. യു ആർ ഓൾവേസ് വെൽക്കം. എന്താ പറയണില്ലേ? എന്ത്? ഞാനാണ് നിന്റെ പാരഡൈസ്. അയ്യടാ പാടുന്നു. കുറച്ചായി ഞാൻ പിടിച്ചു വെക്കുന്നു. ഇന്ന് നിനക്ക് എന്നെ എന്താ തടയാൻ പറ്റത്തില്ല. ആരെ തടയുന്നു? Have me in whatever way you like. As you wish, my love. ശോഭനി, എന്താ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ നമ്മുടെ ഭാവി എന്താവുമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്തേ? അത് പോട്ടെ. ഇന്നത്തെ നിങ്ങളുടെ കലാവിരുദ്ധ കാണാൻ പറ്റിയില്ലല്ലോ, അല്പം തിരക്കിലായിപ്പോയി. ഇന്നൊന്നും അങ്ങനെ വരച്ചില്ല. ഓ, താങ്കൾക്ക് വയ്യേ? ഒരു ചെറിയ വിമിഷ്ടം, അത്രേ ഉള്ളൂ. എന്താ ശോഭനി? എനിക്ക് നിങ്ങളിങ്ങനെ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആ മുഖം പോകുന്നത് വരെ ഞാനിങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കും. എന്താ പത്നി, ഈടൊക്കെ സ്നേഹം വല്ലാതെ കൂടുന്നുണ്ടല്ലോ. എന്റെ പുരുഷനോടല്ലേ, എനിക്കതിലൊരു പശ്ചാത്താപമില്ല.
നീ എന്നെ പരീക്ഷിക്കുകയാണോ? ആണെന്ന് കൂട്ടിക്കോ. നിന്റെ മിഴികളുടെ ആഴങ്ങളിൽ എത്തപ്പെടാൻ പറ്റാത്തടത്ത് എനിക്ക് കയറി ചെല്ലുവാൻ തോന്നുന്നു. അത് പറഞ്ഞപ്പോഴും ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താ? നിന്റെ കണ്ണുകളിലെ തീക്ഷ്ണതയെ ഓർത്ത് ഞാൻ വരച്ചത്. ഇഷ്ടപ്പെട്ടു? ഭൂമി, ഇത് മനോഹരം, അതിമനോഹരം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെയോ? ആ, നേരെ ഇരുട്ടി. നമുക്കെന്നാ കിടന്നുറങ്ങാം. ഭൂമി, 사랑합니다. 나도 사랑합니다. അങ്ങനെ ഇഷ്ക് ദേ വീർ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ ഒട്ടും ഇതിൻ്റെ എഡിറ്റിങ്ങിൽ ഞാൻ തൃപ്തി ആയിട്ടില്ല എനിക്ക്. കാരണം പലയിടത്ത് പെട്ടെന്ന് കട്ട്സൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ എഡിറ്റിങ് പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് 10 മിനിറ്റ് എഡിറ്റ് ചെയ്താൽ സേവ് ചെയ്ത് എന്നിട്ട് പിന്നെ മേർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പം അതിൻ്റെ കട്ട് വരുന്നതും പിന്നെ ഇടയ്ക്ക് സ്പീഡൊക്കെ കുറച്ച് കൂടിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എക്സ്ട്രാ സീൻസൊന്നും കുറച്ചൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല, സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് കാരണം. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറേ കിസ് സീൻസ് ഉണ്ട്. ഇനി ഇത് കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കിസ് സീൻസ്. ഓക്കെ, നിങ്ങൾക്കാർക്കും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് അതേ പറയാനുള്ളൂ. റൊമാൻസ് ഉണ്ട്, എനിക്ക് എവിടെ കിസ് നിർബന്ധമാണ്. ഓക്കെ, എൻ്റെ സ്റ്റോറിയിൽ റൊമാൻസ് ഉണ്ട്, അവിടെ കിസ് ഉണ്ടാവും. അതിനൊരു ഒബ്ജെക്ഷനും പറഞ്ഞിട്ട് വരേണ്ട, ഞാൻ മാറ്റാൻ പോകില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇനിയൊരു റൊമാൻറ്റിക്കായിട്ട് സാധനം എടുക്കട്ടെ. എന്തായാലും കുറേ കിസിങ് സീൻസ് ഉണ്ടാവും, കുറേ മേക്ക് ഔട്ട് സീൻസ് ഉണ്ടാവും, ചിലപ്പോൾ സെക്സ് സീൻസ് ഉണ്ടാവും, പല സീൻസ് ഉണ്ടാവും. നിങ്ങളതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പം ശരി. അപ്പം ഞാൻ പോയിട്ട് ഇനി അടുത്തൊരു 2 മാസം കഴിഞ്ഞിട്ട് വരാം. വെറുതെ പറഞ്ഞേ, ഒരു ജനുവരി ആകുമ്പോഴേക്ക് വരുമെന്നറിയില്ല, ഫെബ്രുവരി ആകുമ്പോഴേക്ക് വരാൻ നോക്കാം 2 ഗേൾസുമായിട്ട്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ബൈ ബൈ.